ആയിരുന്നു ഒരു അമ്മൂമ്മയുടെ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടായിരിക്കാം അമ്പലത്തിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഭഗവാന്മാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തിമാർഗം പിന്നെ അങ്ങനെയുള്ള ഓരോ രീതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തോ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ചുറ്റുവട്ടം ഉണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നു. എന്നാന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നാറുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ അമ്മൂമ്മയിൽ നിന്ന് പഠിച്ചതുകൊണ്ടായിരിക്കും ഓരോന്നോരോന്ന് ഞാനിങ്ങനെ സെർച്ച് നോക്കും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെയാണ് ഞാൻ ഭഗവാനെപ്പറ്റി അറിയുന്നതും മുരുകൻ സ്വാമിയെപ്പറ്റി അറിയുന്നതും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വേൽ എങ്ങനെയാണ് ഭഗവാന് കിട്ടിയത്, അതിന് വേലിന് കിട്ടിയ സമയത്തുണ്ടായത് ഉത്സവം എന്താണ്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഭഗവാൻ മുരുകൻ്റെ വേലെന്താണ് ആദ്യമേ പറയാം. വേലിൻ്റെ മഹാത്മ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലെന്ന് പറയുന്നത് അജ്ഞാനത്തെ കളഞ്ഞ് ജ്ഞാനത്തിലേക്ക് വഴി തെളിയിക്കുന്നു എന്നാണ്. നമ്മുടെ മനസ്സിലെ അന്ധതയെ കളഞ്ഞിട്ട് നല്ല വെളിച്ചം കൊണ്ടുവരുന്നു. അന്ധകാരത്തെ കളഞ്ഞിട്ട് വെളിച്ചം കൊണ്ടുവരുന്നു. മനസ്സിലെ ദുശ്ചിന്തകൾ, ശത്രുഭാവം, വൈരാഗ്യം ഇതെല്ലാം മാറ്റിയിട്ട് നല്ല മനസ്സുള്ള വ്യക്തിയായിട്ട് മാറുന്നു. അതാണ് വേലെന്ന് പറയുന്നത്, ഭഗവാന്റെ വേലിൻ്റെ ഉദ്ദേശം. ഈ വേല ആയുധമായി നൽകിയത് ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? ആദിപരാശക്തി ദേവി പാർവതി ഭഗവാൻ ആയുധമായി കൊടുത്തതാണ് വേല്. ഭഗവാൻ അവതാര ലക്ഷ്യം മനസ്സിലാക്കി കൊടുത്ത് ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായ വേല് ആയുധമായി മുരുകന് കൊടുത്ത ദിവസമാണ് തൈപ്പൂയം എന്ന് പറയപ്പെടുന്നു. അതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. തൈപ്പൂയം ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. വേൽ ആയുധമായി മുരുകൻ സ്വാമിക്ക് കൊടുത്ത ദിവസം. 2026 തൈപ്പൂയം വരുന്നത് ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. തൈപ്പൂയ വ്രതം നോക്കിയാൽ ഐശ്വര്യ, സമ്പത്ത്, ആരോഗ്യം, ധനം, സമൃദ്ധി എല്ലാം വന്നു ചേരും. ഏത് ആഗ്രഹവും ഭഗവാൻ നടത്തിത്തരും. ഭഗവാൻ അനുഗ്രഹം ഉറപ്പായും ഉണ്ടാകും. 48 ദിവസത്തെ വ്രതം നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മണ്ഡലകാലം എന്ന് പറയും. ഈ 48 ദിവസത്തെ വ്രതം തുടങ്ങുന്നത് 2025 ഡിസംബർ 15-ാം തീയതിയാണ്. അന്ന് രാവിലെ 4 മണി ഒക്കെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് പോലെ നമുക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഭഗവാന്റെ സ്കന്ദഷഷ്ടി കവചം, മൂലമന്ത്രം, അങ്ങനെ ഭഗവാന്റെ സ്തുതികളൊക്കെ ജപിക്കാവുന്നതാണ്. അങ്ങനെ പറ്റാത്തവർക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഭഗവാനെ ആ ഒരു സമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഈ സ്കന്ദഷഷ്ടി കവചവും സ്തുതികളൊക്കെ ജപിക്കാവുന്നതാണ്. വ്രതമായി നോക്കാൻ പറ്റാത്തവർക്ക്, വ്രതമായി ഒരു നേരത്തെ അരിയാഹാരം കഴിക്കാൻ അങ്ങനെ പറ്റാത്തവർക്ക് രാവിലെ കുളിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുളിക്കണം. അതാണ് അതിൻ്റെ ഫലം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുളിച്ച് പ്രാർത്ഥിക്കുക. സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭക്ഷണങ്ങളൊക്കെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ, പഴകിയ ഭക്ഷണങ്ങൾ, അച്ചാറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 48 ദിവസവും നമ്മൾ നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല. അത് നിർബന്ധമായി ഒഴിവാക്കേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 48 ദിവസത്തെ വ്രതം നോക്കുന്നവരായാലും 21 ദിവസത്തെ വ്രതമായാലും 6 ദിവസത്തെ വ്രതമായാലും എന്തിനും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടുതലും മൗനമായിരിക്കണം. കാരണം ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. പിള്ളേരുണ്ടെങ്കിൽ അവർ വഴക്ക് പറയാനൊക്കെ തോന്നും. പിന്നെ അല്ലാതൊക്കെ ദേഷ്യങ്ങളൊക്കെ വരും. അങ്ങനെ ഭഗവാൻ പരീക്ഷിക്കും. അങ്ങനെയൊക്കെ വരുവാണെങ്കിലും നമ്മൾ മൗനമായിട്ടിരിക്കുന്ന ഓം ശരവണ ഭവ ഇത് മാത്രമേ മനസ്സിൽ മന്ത്രിക്കാവൂ. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനെ മണ്ഡലകാല വ്രതം നോക്കാൻ പറ്റാത്തവർക്ക് 21 ദിവസം, അതും പറ്റാത്തവർക്ക് 6 ദിവസങ്ങളിൽ നോക്കാം. അതായത് 31/1/2026 തുടങ്ങി 1/2/2026 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വ്രതം നോക്കാവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പഞ്ചാമൃതം, നാരങ്ങമാല, പിന്നെ വേലഭിഷേക വഴിപാട് ഇതൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. നമുക്കൊരു എന്തെങ്കിലും ഒരു ആഗ്രഹം കാണുമല്ലോ, അതൊക്കെ ഭഗവാനോട് പറയാം. ഇന്ന ആഗ്രഹം സാധിച്ചു തരണേ ഭഗവാനെ എന്ന് നമുക്ക് പറയാം. എല്ലാം പോസിറ്റീവ് മൈൻഡോടു കൂടി എനിക്കിത് ലഭിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി വേണം ഇതൊക്കെ തുടങ്ങാൻ. ഇതൊക്കെ തുടങ്ങി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്കും ആ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാനും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഒരു കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.
അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.